എങ്ങനെ ഫാമിലിക്ക് പറ്റിയ സിനിമയാണോ? ഒരു ഫാമിലി കഥയാണോ? ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ ഒരു പാഠം പഠിക്കാണ്ടതില്ലേ? നല്ല പടം. അതെ, ഒരു വയലൻസ് ഒന്നും ഇല്ലാത്ത പടങ്ങളാണല്ലേ? ഓക്കെ. അല്ല, ഈ അടുത്തൊക്കെ പടങ്ങൾ അങ്ങനെയാണല്ലോ വരുന്നത് കൂടുതൽ. ഈ ചുരുക്കാതെ ഞാൻ കാണാറുള്ളൂ. അതെ, ഓക്കെ. എങ്ങനെയുണ്ട് ദിലീപേട്ടൻ്റെ ഒരു സൂപ്പർ? അതെ, ചിരിക്കാനൊക്കെ ഉണ്ടോ? ലാസ്റ്റ് കൊണ്ട് മാത്രം ഒരു ഫീലിംഗ് അല്ലേ? ഓക്കെ, ശരി. നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. ഞാൻ ഇന്നലെ ഒരു പിക്ചർ കണ്ടു നേര്, എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. ഇത് ടൈം പാസ് ആയിട്ട് നല്ലൊരു മൂവിയാണ്, ഫാമിലിക്ക് പറ്റിയ മൂവി. ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവായിട്ടുണ്ടോ പടം? തിരിച്ചുവരവെന്നില്ല, എന്നാലും ഓക്കെയാണ്, ബെറ്ററാണ്. അതിനുണ്ടായിരുന്നു പടം? സൂപ്പറായിട്ട് ദിലീപേട്ടൻ്റെ തിരിച്ചുവരവ് അതിനുണ്ട് പടം? അതിനുണ്ടായിരുന്നു. സൂപ്പർ പടം, എല്ലാവരും കാണേണ്ട പടം. എങ്ങനെയുണ്ട് ദിലീപേട്ടൻ്റെ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ലേ? പിന്നെ ഇത് കാണണം, എല്ലാവരും കാണണം. നല്ല പടമായിരുന്നു. ഫാമിലി ഓഡിയൻസിനൊക്കെ വന്ന് എല്ലാവർക്കും കാണാൻ പറ്റിയൊരു സിനിമയാണ്. സിനിമ സൂപ്പറായി. അതിനുണ്ട് അതല്ലേ? ദിലീപേട്ടൻ തിരിച്ചു വന്നു. എങ്ങനെ പടം? കോമഡി ഇമോഷൻ എങ്ങനെയാണോ? ഫാമിലി പടം പൊളിക്കും. സിനിമ എങ്ങനെയുണ്ട്? അടിപൊളിയുണ്ട്. ദിലീപേട്ടന്റെ കോമഡി ഒക്കെ എങ്ങനെയാണ്? അതല്ലേ, പഴയൊരു ദിലീപേട്ടനെ കിട്ടി നമുക്ക് തിരിച്ച് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമയാണോ? അതല്ലേ. പടം എങ്ങനെയുണ്ട്? പടം ഒന്നും പറയാനില്ല. ദിലീപേട്ടൻ്റെ കുറെ നാളുകൾക്ക് ശേഷം ഒരുപാട് സന്തോഷം കിട്ടിയ ഒരു സിനിമ. ശരിക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിച്ച ദിലീപേട്ടൻ്റെ ഒരു സിനിമയല്ല. സാധാരണ ദിലീപേട്ടൻ്റെ കഴിഞ്ഞ പടം എടുത്തു നോക്കി നമുക്കറിയാം, ഒരു പഴയ കോമഡികൾ അങ്ങനെ പ്രേക്ഷകർ കണക്ട് ആവുന്നില്ല, അല്ലെങ്കിൽ വർക്കാവാത്ത കോമഡികൾ. ഇന്നത്തെ ഒരു 2025 ആയിട്ട് ഒരു ആ കാലഘട്ടത്തിനനുസരിച്ച് ചില സിനിമകൾ നമുക്ക് വന്നു പോയിട്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഒരു മാറ്റം, ശരിക്കും കാലത്തിനൊപ്പം അനുസരിക്കുന്ന ഒരു സിനിമ. അത് വളരെ ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പുതിയ സംവിധായകനാണ്, മാജിക് പ്രൈൻസിൻ്റെ ലിസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം കൊണ്ട് നല്ലൊരു പടം ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. ആർക്കും നിരാശ വരില്ല പടം കണ്ടിട്ടുണ്ടെങ്കിൽ. സന്തോഷമായിട്ടാണ് ദിലീപേട്ടനെ തിരിച്ചു കിട്ടിയെന്നുള്ള ചോദ്യമാണല്ലോ. തിരിച്ചു കിട്ടി ദിലീപേട്ടനെ. ഇതൊരു കോമഡി പടം, അതിനപ്പുറത്ത് ഒരു ഇമോഷണൽ പടമാണിത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഈ സിനിമ. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ശരിക്കും ഒരു ഇമോഷണൽ നമ്മൾ സ്റ്റക്കായി പോകും ചില സാധനങ്ങളുടെ ക്ലൈമാക്സ്. ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കമ്പാക്ക് തന്നെയാണ്, തർക്കമില്ല. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ട്? സൂപ്പർ പടം. നേരിനേക്കാളും സൂപ്പർ പടം.